ഹലോ ഗേസ്, അപ്പം ഇന്ന് രാവിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കുവാണേ. ഇന്നപ്പം നമുക്കിവിടെ പ്രവേശനോത്സവ കുഞ്ഞിനെ അംഗൻവാടിയിലോട്ടൊക്കെ കൊണ്ടുവിടണം. അപ്പം രാവിലെ ജോലിയൊക്കെ അമ്മ ഇവിടെ കലഞ്ഞൂർ വരെ പോയി, പഞ്ചായത്ത് വരെ പോയി. അപ്പം ഞാൻ രാവിലെ ജോലിയെല്ലാം തീർക്കുമായിരുന്നു. അപ്പം കഞ്ഞിയൊക്കെ എടുത്ത്, കുഞ്ഞിന് നല്ല പനി, എന്നാലും ഞാൻ വിചാരിച്ചു അംഗൻവാടിയിലോട്ടൊന്ന് കൊണ്ട് ഇരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ആണെങ്കിൽ അവൾക്ക് കഞ്ഞി എടുത്ത് വെച്ചേക്കുവാണേ. കഞ്ഞിയാണെങ്കിൽ കുഞ്ഞാ കഞ്ഞി കുടിക്കേ. കഞ്ഞി വേണ്ട, ഇരുന്ന് മുറുക്ക് കഴിക്കുവാണേ. മുറുക്ക് കഴിച്ചിട്ട് പോയാൽ വാ, നമുക്ക് കുളിക്കാം. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേനും പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്നപ്പോഴത്തേനും അവൾക്ക് ബ്രെഡും ബന്നും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ബന്നൊക്കെ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അംഗൻവാടിയിലോട്ട് കൊണ്ടുപോയപ്പോൾ എന്നെക്കാളും മുന്നേ അവൾ ഓടുക. അവൾ രാവിലെ തൊട്ടേ അംഗൻവാടി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും അവൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. നേരെ കളിപ്പാട്ടങ്ങളെടുത്ത് കളിക്കാനും ഒക്കെ നിൽക്കുമായിരുന്നു. അവിടെ കസാര ഇട്ടിട്ട് ഞങ്ങൾ പറഞ്ഞ് അവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ടൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അവൾ അതിൻ്റെ മണ്ടേ കയറി ഇരുന്നുകൊണ്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ ആണെങ്കിൽ അവർക്ക് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സമ്മാനമൊക്കെ മേടിച്ച് അതൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. ആർക്കും കൊടുക്കത്തൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. കഴിക്കാൻ കൊടുത്തപ്പോഴാണ് ഞാൻ ആദ്യം വിചാരിച്ചു കഴിക്കത്തൊന്നുമില്ലെന്ന്. അപ്പോൾ പനി ആയതുകൊണ്ട് അവളൊന്നും കഴിക്കുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ അവരുടെ കൂടെ ഒക്കെ ഇരുന്നുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളായിരുന്നു, വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ നടക്കുന്ന കണ്ടുകൊണ്ട് അവനും നടക്കണം. അവനാണെങ്കിൽ കയ്യിലിരിക്കത്തേ ഇല്ല. അവനുമാണെങ്കിൽ ഇങ്ങനെ നടക്കാണ്ട് പൈപ്പിലൊക്കെ കാണുമ്പോൾ പൈപ്പിലൊക്കെ കയറി പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവൾ ഈ ഓടുന്ന കണ്ടുകൊണ്ട് അവനും ഇങ്ങനെ ഓടണം. പിന്നെ വീട്ടിൽ വന്നിട്ട് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കി. അന്നേരം അതിനകത്തൊരു സ്ലേറ്റും ഒരു ബുക്കുമായിരുന്നേ, കളർ ബുക്കുമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ക്രയോൺസ് എല്ലാം വാങ്ങണം. ഫ്രൂട്ട്സിൻ്റെ ബുക്കായിരുന്നു. അപ്പോൾ ഇനി അവൾക്കൊരു പെൻസിലും വാങ്ങണം, ക്രയോൺസും വാങ്ങണം, അതിനകത്ത് കളറൊക്കെ അടിക്കാനായിട്ട്. അവളിനി അത് അപ്പം അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളെന്തെങ്കിലും തട്ടി മേടിച്ച് നോക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇനി അവൾക്ക് അതെല്ലാം മേടിച്ച് കൊടുക്കണം. അപ്പം ഇനി നാളെ തൊട്ടിനി അംഗൻവാടിയിലൊക്കെ കൊണ്ടുവിടണം. അവൾക്ക് നല്ല സന്തോഷമാണ്. അവൾക്ക് അംഗൻവാടിയിലൊക്കെ പോയിരിക്കാൻ നല്ല സന്തോഷമായിരുന്നു.